ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞിടെയായിട്ട് ന്യൂസിലും ചാനലുകളിലും ഒരു ചേച്ചി സിലിണ്ടർ അടുക്കളയിൽ നിന്ന് എടുത്ത് നടു റൂമിലിട്ടിട്ട് ഓടിപ്പോവുകയും കുറച്ച് കഴിഞ്ഞ് വരുന്ന നോക്കുകയും പിന്നെ ഒരാളെ കൂടി വിളിച്ചു കൊണ്ടുവരികയും ആ സമയത്ത് സിലിണ്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് ഒരു ഫയർ ഉണ്ടാവുകയും അങ്ങനെ ഒരു നല്ലൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് വിവരിക്കാനാണ് ഞാൻ. അതായത് നമ്മുടെ സിലിണ്ടർ അവിടെ നിന്ന് എടുത്ത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്റർ ഡയഫ്രം പൊട്ടിപ്പോയിട്ട് പ്രഷർ കൂടും. അതായത് സാധാരണ രീതിയിൽ 30 ഗ്രാമാണ് നമ്മുടെ റെഗുലേറ്റർ റെഡ്യൂസ് ചെയ്യുന്നത് പുറത്തേക്ക്. അപ്പോൾ ഡയഫ്രം പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിലിണ്ടറിൽ എത്ര ഗ്യാസ് ഉണ്ട് ആ പ്രഷറിൽ ഔട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് തന്നെ വഴിക്കാൻ അത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ചേച്ചിക്ക് ബോധവൽക്കരണം കിട്ടിയിട്ടില്ല. ഗ്യാസിനെ കുറിച്ച് ഗ്യാസ് ഉപയോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഗ്യാസ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് ആൾ നേരെ വന്ന് സെൻട്രലിലെ റൂമിലിട്ടിട്ട് ഓടിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് സിലിണ്ടറിൻ്റെ റെഗുലേറ്ററിൻ്റെ നോബ് ഓഫ് ചെയ്യാനാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ആയി അവിടുത്തെ. അതല്ലാണ്ട് അത് ചെയ്തില്ലെങ്കിൽ വേണ്ട, നേരത്തെ കൊണ്ടുപോകണമെങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സിലിണ്ടറായിട്ട് ഡെലിവറി ബോയ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ PDC എന്ന് പറയും, അതായത് ഫ്രീ ഡെലിവറി ചെക്കപ്പ്. അതായത് നമ്മൾ നേരെ കൊണ്ടുവന്ന് സീല് പൊട്ടിച്ച് അതിനകത്ത് വാഷർ ഉണ്ടാകുന്ന നോക്കുക. പിന്നെ നമ്മുടെ സാധാരണ രീതിയിൽ ചില സിലിണ്ടറിലൊക്കെ ഈ ബങ്കിൻ്റെ അകത്ത് ഒരു പിന്നുണ്ട്. ആ പിന്ന് താഴത്തോട്ട് പോകുമ്പോഴാണ് ഗ്യാസ് നമുക്ക് മുകളിലേക്ക് റെഗുലേറ്ററിൻ്റെ അത് ഓണാക്കുമ്പോഴേക്കും ആ പിന്ന് റെഗുലേറ്ററിൻ്റെ പിന്നെ താഴത്തേക്ക് പോവുകയും സിലിണ്ടറിൻ്റെ പിന്നെ താഴത്തേക്ക് പോവുകയും അങ്ങനെ വരുമ്പോഴാണ് ഗ്യാസ് നമുക്ക് മുകളിൽ കത്തിക്കാനുള്ള പാകത്തിൽ കിട്ടുന്നത്. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സിലിണ്ടർ ക്യാപ്പ് പൊട്ടിക്കുന്ന സമയത്ത് ആ പിന്നെ സ്റ്റക്ക് ആണെങ്കിൽ നല്ല ഫോഴ്സിൽ ഗ്യാസ് പുറത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ വരുമ്പോഴേക്കും തന്നെ ഇവരെ കൊണ്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നേരെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് റെഗുലേറ്റർ, അതായത് വേറെ സിലിണ്ടറിൽ കത്തിക്കൊണ്ടിരിക്കണമായിരിക്കും, അത് ഓഫ് ചെയ്യുക. ഈ റെഗുലേറ്റർ ഈ സിലിണ്ടറിൽ കണക്ട് ചെയ്തിട്ട് കത്തിച്ച് നോക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കത്തിച്ച് നോക്കണ സമയത്ത് ചിലപ്പോൾ അതിൻ്റെ വാഷറിൻ്റെ ചിലപ്പോൾ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് അതറിയാൻ പറ്റും. അപ്പോൾ റെഗുലേറ്ററിൻ്റെ സിലിണ്ടറിൻ്റെ ഇതും വാഷറും മാറ്റി ഇട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്.